ഞാൻ സെക്യൂരിറ്റി ആയിട്ട് കൊച്ചിൻ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ കഴിഞ്ഞ ദിവസം 14-ാം തീയതി വൈകിട്ട് 5 മണി സമയത്ത് പാൽ സപ്ലൈ ചെയ്യുന്ന ടെമ്പോ വാൻ ജോലിക്കാരൻ എന്നെ വന്ന് മർദ്ദിക്കാൻ ഇടയുണ്ടാക്കി. അത് എന്താണെന്ന് പറഞ്ഞാൽ, അവര് 2 വീലറായിട്ട് വന്ന സമയത്ത് കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്നും ഒന്ന് നീക്കി വയ്ക്കണം എന്ന് പറഞ്ഞതിൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, എനിക്കിപ്പോൾ ഇവിടെ വയ്ക്കാൻ അതിനുള്ള സൗകര്യമുള്ളൂ, നീ ആരടാ ചോദിക്കാൻ, ഇത് ഞങ്ങൾ കടയിൽ വന്നതാണ്, നിനക്ക് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ നീ വേറെ ആരോടെങ്കിലും ചെന്ന് പറടാ എന്നൊക്കെ ഉള്ള ഒരു സംസാരം, അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ എന്നോട് സംസാരിച്ചു. കൂടാതെ മിൽമ വണ്ടി ഓടിക്കുന്നവൻ പൈസക്ക് വേണ്ടിയിട്ടാണ് സൂപ്പർ മാർക്കറ്റിൽ വന്നത്. അവൻ പൈസയും വാങ്ങിച്ച് പുറത്ത് വന്നപ്പോൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരനോട് എന്താടാന്ന് ചോദിച്ചു. അവൻ എന്തോ മറുപടി പറഞ്ഞു. അതിനുശേഷം ഇവൻ എന്നെ പിടിച്ച് തള്ളുകയും എൻ്റെ നെഞ്ചത്തിട്ട് ഇടിക്കുകയും എൻ്റെ കണ്ണട തെറിച്ചു പോവുകയും കണ്ണടയുടെ ഒരു സ്റ്റഡി ബോൾട്ട് ഒടിഞ്ഞു പോവുകയും കൂടാതെ ആ ഒടിഞ്ഞു പോയ ഭാഗത്ത് ഒരു ചെറിയ പരിക്ക് ഏൽക്കുകയും ചെയ്തു. അതുകൂടാതെ എൻ്റെ ചുണ്ടിന് ഒരു ക്ഷതം ഉള്ളിൽ സംഭവിച്ച അല്പം ചോര വന്നു, പല്ലിനും അല്പം തകരാറ് സംഭവിച്ചു. അങ്ങനെ സൂപ്പർ മാർക്കറ്റിലുണ്ടായിരുന്ന ആളുകളൊക്കെ കൂടി ഒച്ചപ്പാട് കേട്ടു ഓടി വന്ന് അവനെ പിടിച്ച് മാറ്റുകയും അതിനുശേഷം അവൻ അനാവശ്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്തപ്പോൾ വീണ്ടും അവൻ എന്നെ എതിർക്കുകയാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞതായിട്ടുള്ളത് വണ്ടി നീക്കി വയ്ക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അവരെ ഒരു തെറി അനാവശ്യമായിട്ട് പറയാനോ മറ്റുള്ള കാര്യങ്ങൾ ചോദിക്കാനോ ഒന്നും ഞാൻ നിന്നിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതം നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നത്. ഞാൻ ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടില്ല. ആസ്പത്രിയിൽ പോയിരുന്നു. ആദ്യം സൂപ്പർ മാർക്കറ്റിലെ മാനേജർ എന്നെ ആസ്പത്രിയിൽ കൊണ്ടുപോയി അതിന് വേണ്ട ശുശ്രൂഷകൾ നൽകി വീണ്ടും പോന്നു. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഒരു 9 മണി കഴിഞ്ഞതിന് ശേഷം വീണ്ടും എനിക്ക് നെഞ്ചിന് ഒരു വേദന തോന്നി. വീണ്ടും എൻ്റെ മക്കൾ 2 പേര് കൂടി, മക്കളും ഭാര്യയും കൂടി വീണ്ടും ആസ്പത്രിയിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു, മരുന്നൊക്കെ തന്നു വിട്ടു. ഇന്നലെ രാവിലെ വീണ്ടും ഡോക്ടർമാരെ സർജനെ കാണേണ്ടി വന്നു, കണ്ണിൻ്റെ ഡോക്ടറെ കാണേണ്ടി വന്നു, പല്ലിൻ്റെ ഡോക്ടറെ കാണേണ്ടി വന്നു, എക്സ്റേ എടുക്കേണ്ടി വന്നു. ഇങ്ങനെ എല്ലാ സംഭവങ്ങളും നടന്നിരുന്നു. ഒത്തുതീർപ്പിനായിട്ട് ആരും വന്നില്ല. എൻ്റെ നെഞ്ചത്തിട്ട് ഇടിച്ചിട്ടുണ്ട്. നെഞ്ച് ഇപ്പോഴും എനിക്ക് ശ്വാസം പിടിക്കുമ്പോഴും ഇങ്ങനെ കൈ പൊക്കുമ്പോഴും പിന്നെ ചുമ വരുന്ന സമയത്ത് ഒക്കെ വേദന ഇപ്പോഴും ഉണ്ട്. പല്ലിന് ഈ ചുണ്ടിൻ്റെ ഉൾഭാഗം പൊട്ടിയിട്ട് ഇപ്പോഴും ഒരു വീർപ്പുണ്ട്. അപ്പോൾ പല്ലിനും ഈ മോൾ ഭാഗത്തുള്ള ഒരു പല്ലിനും അല്പം ഇളക്കം സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ ഇരിച്ച സമയത്ത് അല്പം ചോര രക്തമൊക്കെ പോയിട്ടുണ്ട്. ഈ മിൽമ വണ്ടി ഓടിക്കുന്നവനാണ് എന്നെ ഈ ശല്യം ചെയ്തിട്ടുള്ളത്. മറ്റവൻ അനാവശ്യങ്ങൾ പറഞ്ഞു എന്നല്ലാതെ അവൻ ഉപദ്രവിക്കാൻ വന്നിട്ടില്ല. അനാവശ്യങ്ങൾ കണ്ടവനും പറഞ്ഞിട്ടുണ്ട്. അത് ഈ 2 പേരും എന്നെ അനാവശ്യം പറഞ്ഞിട്ടുണ്ട്. രാത്രി പോകേണ്ടി വന്ന് എനിക്ക് വേദന വന്നിട്ട് ഇപ്പോഴും എനിക്ക് വേദന സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്വാസം പിടിക്കുമ്പോഴും കൈ പൊക്കുമ്പോഴും ചുമ വരുമ്പോഴും ഒക്കെ എനിക്ക് ഇവിടെ വേദനയുണ്ട്.
ശരി. അപ്പൊ ഇനിയിപ്പോ പോലീസ് സ്റ്റേഷനിൽ പോയി ഇന്നലെ പരാതി കൊടുത്തല്ലേ? പരാതി കൊടുത്ത് അവര് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയോ ഇല്ലെന്ന് അറിയില്ല. അവര് ഇന്നലെ ഉച്ച കഴിഞ്ഞ സ്റ്റേഷനിൽ വന്നെന്ന് പറഞ്ഞാല് ഞങ്ങളോട് 4:30 മണിക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ചെന്നിട്ട് ഇവരാരും വന്നിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ കാരണന്മാരാരോ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ചോദിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം പോലീസുകാർ ഇതിന് വേണ്ടിയിട്ട് ഇത് അതിൽ സംഭവിച്ചാണ്. അപ്പൊ തള്ളിയിട്ടതില് എവിടെയോ കൈയടിച്ചതാണ്. അതുപോലെ പള്ളയും അടിച്ചിട്ടുണ്ടായിരുന്നു, വീണപ്പോ സംഭവിച്ചതാണ്. അപ്പൊ ഇത് എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുറത്തേക്ക് പോയ സമയത്ത് അവന്മാര് പോലീസുകാരെ കണ്ടിട്ട് പോയി. അപ്പൊ ചർച്ചയ്ക്കൊന്നും അവരാരും മുൻകൈ എടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല.